അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലൂടെയാണല്ലോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പെരുന്നാളിനെ വളരെയധികം ആവേശത്തോടുകൂടെ കാത്തിരിക്കുകയാണ് നമ്മൾ. മഹാനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ വെളിയാളം കേട്ട് വർഷങ്ങളായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഹജ്ജിന് വേണ്ടി ആളുകൾ മക്കയിലെത്തിയിട്ടുണ്ട്. ഈ വർഷവും ഹജ്ജിന് വേണ്ടി നമ്മുടെ നാടുകളിൽ നിന്നും ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും ഹാജിമാർ മക്കയിലെത്തിയിരിക്കുകയാണ്. ഈ വർഷം ഹജ്ജ് ചെയ്യുന്ന മുഴുവൻ ആളുകളുടെയും ഹജ്ജ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അവിടെ പ്രാർത്ഥനയിൽ അല്ലാഹു നമുക്കും ഒരു ഇടം നൽകി അനുഗ്രഹിക്കട്ടെ. വരും കാലത്ത് ഹജ്ജും ഉംറയും നിർവഹിക്കുവാൻ അല്ലാഹു തആല നമുക്ക് സാമ്പത്തികമായ അഭിവൃദ്ധിയും ബറക്കത്തും തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹജ്ജിന് പോകാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും ഒരുപാട് അമലുകൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഈ ദിവസങ്ങൾ നമുക്ക് സാധിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ പവിത്രതയുള്ള 10 ദിനങ്ങളിൽ ഉളുഹിയ്യത്തിനു വേണ്ടി ഒരുങ്ങിയ ആളുകളുണ്ട്, ഇനിയും ഒരുങ്ങാൻ വേണ്ടി താല്പര്യപ്പെട്ട് നിൽക്കുന്നവരുണ്ട്. വലിയ പുണ്യമുള്ള കാര്യമാണ് ഉളുഹിയ്യത്ത് എന്നുള്ളത്. ബലിമൃഗത്തെ അറുക്കുന്നതോടുകൂടെ അതിന്റെ രക്തം ഭൂമിയിൽ പതിക്കുന്നതോടുകൂടെ മഹ്ശറയിലേക്ക് അവനുള്ള വാഹനമായി ആ മൃഗം മാറുകയാണ്. ആ രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ആളുകളൊക്കെ അത് ചെയ്യുക. സാധിക്കാത്ത ആളുകളുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ ഉളുഹിയ്യത്ത് മൃഗത്തെ കാണുമ്പോൾ അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലൽ വലിയ പുണ്യമുണ്ട്. ആ അമലുകൾ ചെയ്യാൻ നമ്മൾ സന്നദ്ധമാവുക. അതുപോലെ തന്നെ സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്യലും വലിയ പുണ്യമുള്ള കാര്യമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ, ഇങ്ങനെ തുടങ്ങുന്ന സൂറത്ത്. ആ സൂറത്ത് പാരായണം ചെയ്ത് പുണ്യം നേടി അതിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ആ കൂട്ടത്തിൽ പെടണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.